ജോണിന്റെ മകൻ ഹൃദ്രോഗം ബാധിച്ച് ജീവന് വേണ്ടി പോരാടുന്നു. അതുകൊണ്ട് ജോൺ വലിയൊരു പബ്ലിക് ഹോസ്പിറ്റൽ കിഡ്നാപ്പ് ചെയ്ത് തന്റെ മകനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. സ്നൈപ്പർ ജോണിനെ ഷൂട്ട് ചെയ്യാൻ എയിം ചെയ്യുന്നു. അതേസമയം ജോൺ മകനുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഫോണിലൂടെ മകന്റെ തളർന്ന ശബ്ദം കേട്ടതും ജോണിന് തന്റെ സങ്കടം സഹിക്കാനാവുന്നില്ല. ജോൺ ഫോൺ കട്ട് ചെയ്തതും സ്നൈപ്പർ അയാളെ ഷൂട്ട് ചെയ്യുന്നു. ഹോസ്പിറ്റലിലുണ്ടായിരുന്ന ജനങ്ങൾ പരിഭ്രാന്തരാവുന്നു. ഭാഗ്യത്തിന് ജോണിന്റെ ഷോൾഡറിലാണ് വെടിയേറ്റത്. ജോൺ പതിയെ എണീക്കുന്നു. എന്നിട്ട് ആ സ്നൈപ്പറിനെയും തടവിലാക്കുന്നു. അയാൾ പോലീസിനോട് തന്റെ മകന് നല്ല ചികിത്സ നൽകിയാൽ താൻ ഇതിൽ നിന്ന് പിന്മാറാമെന്ന് പറയുന്നു. വേറെ വഴിയില്ലാതെ പോലീസ് അയാളുടെ ആവശ്യം അംഗീകരിക്കുന്നു. ഡോക്ടർ ജോണിനോട് പുതിയൊരു ഹൃദയം മാറ്റിവെച്ചില്ലെങ്കിൽ മകൻ സർവൈവ് ചെയ്യില്ലെന്ന് പറയുന്നു. തന്റെ മകൻ ഹോസ്പിറ്റലിൽ തളർന്നു കിടക്കുന്നത് കണ്ട ജോൺ ഒരു തീരുമാനമെടുക്കുന്നു. തന്റെ ഹൃദയം എടുക്കാൻ ഡോക്ടറിനോട് പറയുന്നു. അയാളുടെ ചുറ്റുമുണ്ടായിരുന്നവർ ഷോക്കാവുന്നു. അയാൾ എത്ര നല്ലൊരു അച്ഛനാണെന്ന് ചിന്തിക്കുന്നു. അയാൾക്ക് ആരെയും ഉപദ്രവിക്കണമെന്നില്ല. അയാൾ തന്റെ മകനെ രക്ഷിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഡോക്ടർ എത്രയൊക്കെ പറ്റില്ലെന്ന് പറഞ്ഞാലും ജോൺ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അയാൾ തന്റെ തലയിൽ തോക്ക് വെച്ച് ഭീഷണിപ്പെടുത്തുന്നു. അയാളുടെ വാശിക്ക് മുന്നിൽ ഡോക്ടർ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ ജോൺ അഗ്രിമെന്റിൽ സൈൻ ചെയ്യുന്നു. എന്നിട്ട് തന്റെ മകന്റെ അടുത്തേക്ക് വന്ന് കരഞ്ഞുകൊണ്ട് യാത്ര പറയുന്നു. ഒരു വശത്ത് ഡോക്ടേഴ്സ് ഓപ്പറേഷൻ ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു. അപ്പോഴാണ് ഡോക്ടർ കമ്പ്യൂട്ടറിൽ ഒരു മെസ്സേജ് കാണുന്നത്. നോക്കുമ്പോൾ അതൊരു ഹാർട്ട് ഡൊണേഷൻ മാച്ച് ആണ്. ജോണിനെ തടയുന്നതിനായി ഡോക്ടർ വേഗത്തിൽ ഓടുന്നു. പക്ഷെ അപ്പോഴേക്കും ജോൺ തന്റെ ഗണ്ണ് ലോഡ് ചെയ്ത് ബെഡിൽ കിടക്കുന്നു. എന്നിട്ട് തന്റെ മകന് വേണ്ടി ജീവൻ കൊടുക്കാൻ തന്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ ആദ്യത്തെ ഷോട്ട് ബ്ലാങ്ക് ആയിരുന്നു. അപ്പോഴേക്കും വിവരമറിഞ്ഞ് ജോണിന്റെ വൈഫും അവിടേക്ക് വരുന്നു. ജോണിനെയും വിവരം അറിയിക്കുന്നു. മകന്റെ ഓപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ നടത്തുന്നു. അവസാനം ജോണിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു.